2008 തുടങ്ങിയ IPL എന്ന ലീഗിനെ പെട്ടെന്ന് തന്നെ ജനപ്രീതി നേടിയെടുക്കാൻ സാധിച്ചു. തുടക്ക സീസണിൽ 8 ടീമുകൾ ഉണ്ടായിരുന്ന ടൂർണമെന്റിൽ ഇപ്പോൾ 10 ടീമുകളാണ് പരസ്പരം പോരാടുന്നത്. എന്നാൽ IPL തുടങ്ങി 18ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഇതിനിടയിൽ ചില ടീമുകൾ വാനിഷായി പോകുന്നതും കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ IPLൽ ഡിസ്കണ്ടിന്യൂഡ് ആയിപ്പോയ 5 ടീമുകൾ ഏതൊക്കെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡെക്കാൻ ചാർജേഴ്സ് 2008 IPL തുടങ്ങിയപ്പോഴുള്ള 8 ടീമുകളിൽ ഒരു ടീമായിരുന്നു ഡെക്കാൻ ക്രോണിക്കൽസ് ഉടമസ്ഥരായിട്ടുള്ള ഡെക്കാൻ ചാർജേഴ്സ്. ഓൾമോസ്റ്റ് 750 കോടി മുടക്കിയായിരുന്നു ഡെക്കാൻ ക്രോണിക്കൽസ് ആദ്യ വർഷം ഈ ഫ്രാഞ്ചൈസ് സ്വന്തമാക്കിയത്. VVS ലക്ഷ്മൺ ആദ്യ സീസണിൽ ടീമിനെ നയിച്ചപ്പോൾ വെറും 2 മത്സരങ്ങളിൽ മാത്രം വിജയിച്ച ടേബിളിൽ അവസാന സ്ഥാനക്കാരായിരുന്നു ഡെക്കാൻ ചാർജേഴ്സ്. സീസണിന്റെ പാതി വഴിയിൽ വെച്ച് പരിക്ക് മൂലം ഡെക്കാന്റെ ക്യാപ്റ്റൻസി ഗിൽക്രിസ്റ്റിന് കിട്ടുകയും ചെയ്തിരുന്നു. അടുത്ത വർഷം ഗിൽക്രിസ്റ്റിന്റെ കീഴിൽ ഡെക്കാൻ ചാർജേഴ്സ് ആയിരുന്നു IPL കിരീടം നേടിയത്. എന്നാൽ 2012 തൊട്ടടുത്ത സീസൺ മുതൽ ഡെക്കാൻ ടീം ഉണ്ടാകില്ല എന്ന് ഫ്രാഞ്ചൈസ് അനൗൺസ് ചെയ്തു. ടീം ഓണേഴ്സ് IPL കോൺട്രാക്ട് ലംഘിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് IPL ഗവേണിംഗ് കൗൺസിൽ ഈ ടീമിനെ ബാൻ ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. താരങ്ങൾക്കും സപ്പോർട്ട് സ്റ്റാഫിനും പെൻഡിംഗ് പേയ്മെന്റ് കൃത്യമായി കൊടുത്തില്ല എന്നും IPL GC ഇവിടെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് BCCIക്കെതിരെ ഡെക്കാൻ ക്രോണിക്കൽസ് ബോംബെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 2020 ഈ കേസ് ഡെക്കാൻ അനുകൂലമായി വരികയും 4814 കോടി BCCI കോമ്പൻസേഷൻ കൊടുക്കണം എന്ന റൂളിംഗ് വരികയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഈ ക്യാഷ് BCCI അവർക്ക് കൊടുത്തിട്ടില്ല. ഡെക്കാനെ വിലക്കിയതിനു ശേഷം 2013 പുതിയ ടീമിന് വേണ്ടിയുള്ള ടെൻഡർ BCCI ക്ഷണിച്ചു. ആ ലേലത്തിൽ സൺ TV നെറ്റ്വർക്ക് ഉയർന്ന തുക കൊടുത്ത് സ്വന്തമാക്കിയ ടീമാണ് നിലവിൽ IPLൽ കളിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ്. കൊച്ചി ടസ്കേഴ്സ് കേരള 2010 മുതൽ 8 ടീമുകൾ മാത്രം ഉണ്ടായിരുന്ന IPLലേക്ക് 2011 മുതൽ 2 ടീമുകളെ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനമെത്തിയിരുന്നു. അങ്ങനെ 2011 IPLലേക്ക് പുതിയതായി എത്തിയ ടീമുകളിൽ ഒന്നായിരുന്നു കേരളത്തെ റെപ്രസെന്റ് ചെയ്ത കൊച്ചി ടസ്കേഴ്സ് കേരള. മഹേള ജയവർദ്ധൻ നയിച്ചിരുന്ന ഈ ടീമിന് മൾട്ടിപ്പിൾ ഓണേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1533 കോടിയാണ് ഈ ടീമിന് വേണ്ടി മുടക്കിയത്. പക്ഷേ 2011 സീസൺ കളിക്കാൻ മാത്രമായിരുന്നു ടീമിന്റെ വിധി. 2012 സീസണിന് മുൻപ് ടീം BCCIക്ക് 10% ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ BCCI റിക്വസ്റ്റ് ചെയ്തിട്ടും ടീം ഓണേഴ്സ് ഇത് കൊടുക്കാതെ വന്നതോടെ കൊച്ചി ടസ്കേഴ്സ് എന്ന ടീമിനെ BCCI ടെർമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. മൾട്ടിപ്പിൾ ഓണേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കാനുണ്ടായ പ്രധാന കാരണവും. രവീന്ദ്ര ജഡേജ, ശ്രീശാന്ത്, ബ്രണ്ടൻ മക്കല്ലം, ബ്രാഡ് ഹോഡ്സ്, മുത്തയ്യ മുരളീധരൻ, RP സിംഗ് തുടങ്ങിയ വൻ താരനിര ടീമിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പൂനെ വാരിയേഴ്സ് ഇന്ത്യ 2011 പുതിയതായി വന്ന രണ്ടാമത്തെ ടീമായിരുന്നു പൂനെ വാരിയേഴ്സ്. അതുവരെ ഉണ്ടായിരുന്ന IPLലെ ഏറ്റവും എക്സ്പെൻസീവ് ടീമും ഇതുതന്നെയാണ്. 1700 കോടി രൂപയായിരുന്നു ടെൻഡറിലൂടെ സഹാറ സ്പോർട്സ് ലിമിറ്റഡ് കമ്പനി ടീം വാങ്ങാൻ മുടക്കിയത്. ആദ്യം സഹാറ പൂനെ വാരിയേഴ്സ് എന്നായിരുന്നു ടീമിന്റെ പേര്. പക്ഷേ BCCIയുടെ ക്ലോസ് പ്രകാരം ഈ നെയിം ഇല്ലീഗലായിരുന്നു. കാരണം സഹാറ ഗ്രൂപ്പിനായിരുന്നു ഇതുവഴി ഫ്രീ പ്രൊമോഷൻ കിട്ടിയിരുന്നത്. ഇക്കാരണത്താൽ പിന്നീട് അവർ ടീമിന്റെ പേര് മാറ്റി പൂനെ വാരിയേഴ്സ് ഇന്ത്യ എന്നാക്കി. ജസീർ റൈഡർ, സൗരവ് ഗാംഗുലി, യുവരാജ് സിംഗ് തുടങ്ങിയ താരങ്ങൾ ടീമിന്റെ ഭാഗമായിരുന്നു. എന്നാൽ 2012 സഹാറ ഗ്രൂപ്പ് സ്വയം അവരുടെ ടീമിനെ വിഡ്രോ ചെയ്യാനുള്ള തീരുമാനം ലേലത്തിന് മുൻപ് BCCI അറിയിക്കുകയാണ് ചെയ്തത്. 2012 മുതൽ 74 മത്സരങ്ങൾ IPLൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സഹാറ ഗ്രൂപ്പ് വലിയ തുക ടീമിന് വേണ്ടി മുടക്കിയത്. എന്നാൽ മത്സരങ്ങൾ 74 മാത്രമായി ചുരുങ്ങിയത് ഫിനാൻഷ്യലി ടീമിനെ ബാധിച്ചു എന്നതായിരുന്നു അവർ വിഡ്രോവൽ കാരണമായി പറഞ്ഞത്. കൂടാതെ ഫ്രാഞ്ചൈസി ഫീസ് കുറയ്ക്കണമെന്ന ആവശ്യവും സഹാറ ഗ്രൂപ്പ് മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഇത് നടക്കാതെ വന്നതോടെ 2013 സീസൺ കൂടി കളിച്ച് ടീം വിഡ്രോ ആകുമെന്ന തീരുമാനത്തിലേക്ക് ഓണേഴ്സ് എത്തുകയാണ് ചെയ്തത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മെയിൻ സ്പോൺസേഴ്സായി ഒരുപാട് വർഷം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത സഹാറ ഗ്രൂപ്പിന് വേണ്ടി ഒരു രീതിയിലും BCCI കോംപ്രമൈസുകൾ നടത്താതെ വന്നതും അവരെ നിരാശപ്പെടുത്തിയിരുന്നു. N ശ്രീനിവാസൻ BCCI അംഗം ആയിരിക്കുന്നതുവരെ BCCIയുമായി ഒരു രീതിയിലുള്ള ബിസിനസ്സും നടത്താൻ താല്പര്യമില്ല എന്നുകൂടി സഹാറ ഗ്രൂപ്പ് ഇതിനുശേഷം പറഞ്ഞിരുന്നു. റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് ആൻഡ് ഗുജറാത്ത് ലയൺസ് 2015 IPLന് ശേഷം രാജസ്ഥാൻ, ചെന്നൈ തുടങ്ങിയ 2 ടീമിനും 2 വർഷത്തെ വിലക്ക് കിട്ടിയപ്പോഴായിരുന്നു പുതിയ 2 ടീമിന്റെ എൻട്രി ഉണ്ടായത്. ഇൻഡെക്സ് ടെക്നോളജി ആയിരുന്നു ഗുജറാത്ത് ലയൺസിനെ ഓൺ ചെയ്തത്. സുരേഷ് റെയ്ന ക്യാപ്റ്റനായിരുന്ന ടീം ആദ്യ സീസണിൽ പ്ലേ ഓഫിലെത്തിയിരുന്നു. എന്നാൽ 2ാം സീസണിൽ ആ പെർഫോമൻസ് ആവർത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. സഞ്ജീവ് ഗോയങ്കയുടെ ഓണർഷിപ്പിലുള്ള ടീമായിരുന്നു റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ്. MS ധോണിയെ ക്യാപ്റ്റനാക്കി ആദ്യ സീസണിൽ ടീം നിരാശപ്പെടുത്തിയപ്പോൾ ധോണിയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി സ്മിത്തിനെ ക്യാപ്റ്റനാക്കി 2ാം വർഷം ടീം കളത്തിൽ വന്നു. ആ സീസണിൽ ടീം ഫൈനൽ വരെ എത്തിയിരുന്നു. പിന്നീട് 2018 രാജസ്ഥാനും ചെന്നൈയും തിരികെ എത്തിയപ്പോൾ ഈ 2 ടീമും ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു.